രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വികസിത ഭാരതം അറ്റ് 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം. നാളെ നടക്കുന്ന ചടങ്ങിൽ 6000 പേര് പ്രത്യേക അതിഥികളായിരിക്കും. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ജമ്മുവിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തില് ഡൽഹിയിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ജമ്മുവിലും പഞ്ചാബിലും IS പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘങ്ങള് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങള് തടസ്സപ്പെടുത്താന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ചെങ്കോട്ടയിലെത്തുന്ന പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്വീകരിച്ചതിന് ശേഷം ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് സല്യൂട്ടിംഗ് ബേസിലേക്ക് കൊണ്ടുപോകും. അവിടെ സംയുക്ത സേനാ വിഭാഗവും ഡൽഹി പോലീസ് ഗാർഡും ചേർന്നു പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് നൽകും. തുടർന്നാണ് പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുക. കമാൻഡർ അരുൺ കുമാർ മേത്തയുടെ നേതൃത്വത്തിലാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുക. കരസേനാ സംഘത്തെ മേജർ അർജുന സിംഗ്, നാവികസേനാ സംഘത്തെ ലഫ്റ്റനന്റ് കമാൻഡർ ഗുലിയ ഭാവേഷ് N.K. വ്യോമസേനാ സംഘത്തെ സ്ക്വാഡ്രൺ ലീഡർ അക്ഷര ഉനിയാല് എന്നിവരെ നയിക്കും. അഡീഷണൽ DCP അനുരാഗ് ദ്വിവേദിയാണ് ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുക. പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയാലുടന് വ്യോമസേന ഹെലികോപ്റ്ററുകള് വേദിയില് പുഷ്പവർഷം നടത്തും. ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 2000 ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങിയ കര, നാവിക, വ്യോമസേന കേഡറ്റുമാര് ആഘോഷങ്ങളില് പങ്കെടുക്കും. 500 നാഷണൽ സർവീസ് സ്കീം NSS വോളണ്ടിയർമാരും പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് 30ലധികം പ്രത്യേക ക്ഷണിതാക്കളും അവരുടെ കുടുംബങ്ങളും ന്യൂഡൽഹിയിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളില് പങ്കെടുക്കും. എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതിന് ശേഷമാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. എന്നാൽ എന്തുകൊണ്ടാണ് ചെങ്കോട്ടയില് വെച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് അറിയാമോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തലേദിവസം ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ പ്രതീകാത്മകമായി അഭിസംബോധന നടത്തിയത് മുതലാണ് ഈ പതിവിന് തുടക്കമായത്. 1947 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തതും ചെങ്കോട്ടയിൽ വെച്ചാണ്. 1639 1648 ഇടയിലെ ഷാജഹാനാണ് ചെങ്കോട്ട നിർമ്മിച്ചത്. കൂറ്റൻ ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. മാത്രമല്ല ആകർഷകമായ വാസ്തുവിദ്യയും ചെങ്കോട്ടയെ വ്യത്യസ്തമാക്കുന്നു. പൂർണമായും ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതിനാലാണ് ഈ കെട്ടിടത്തെ ചെങ്കോട്ട എന്ന് വിളിക്കുന്നത്. പണ്ടത്തെ രാജാക്കന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാജകീയമായൊരു വീടായിരുന്നു ചെങ്കോട്ട. 1803 ബ്രിട്ടീഷുകാര് ഡൽഹി പിടിച്ചടക്കിയതോടെ അവരുടെ അധികാര കേന്ദ്രമായും ചെങ്കോട്ട മാറി. ബ്രിട്ടീഷുകാര് ചെങ്കോട്ട പലതവണ പുതുക്കി പണിതിട്ടുണ്ട്. 1857 ശിപായി ലഹളയ്ക്ക് ശേഷം ഡൽഹി തകർന്നു. എങ്കിലും പ്രധാന അധികാര കേന്ദ്രമായി ഡൽഹി തുടർന്നു. 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ആ സ്മാരകം വീണ്ടെടുക്കുന്നതിനായാണ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിലെ ദേശീയ പതാക ഉയർത്താൻ തീരുമാനിച്ചത്.